23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അബ്സലോം ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം ശത്രുക്കള്. സാവൂളിന്റെ കുടുംബക്കാര് ശത്രുവായത് കൊണ്ടാണ് ക്ഷേമായി വന്നു നിന്നെ കല്ലെറിഞ്ഞത്. അപ്പോൾ സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അബ്സലോവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും ആ ശത്രുക്കളെല്ലാം കാണിക്കേ അവിടുന്ന് എനിക്ക് വിരുന്നിരിക്കും. ഇതൊരു ഭയങ്കര ഹോപ്പാണ്. എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിൻ്റെ ജീവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ ദൈവം, നിനക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം എൻ്റെ ദൈവവേദനെ നിന്നെ കൈവിടത്തില്ല. പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, എന്തുകൊണ്ട് ഈ ഉടമ്പടി കാലത്ത് പോലും ചില ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നു? നിനക്കറിയാവില്ല, ഉടമ്പടിയുടെ കാലം നിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഈ വസന്തകാലത്തും നമുക്കറിയാം മാവൊക്കെ പൂക്കണ ഒരു സമയമില്ലേ? പക്ഷെ മാവ് പൂത്ത് ഉണ്ണിയാകുന്ന സമയത്ത് പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചയും മഴയും വന്നിട്ട് ഉണ്ണിയെല്ലാം അടന്നു പോകും. മാവ് പിന്നെ രണ്ടാമത് പൂത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഉണ്ണികൾ അടന്നു പോയാലും വസന്തത്തിലും മഴകൾ നിന്നെ ചതിച്ചാലും നിന്നെ ദൈവം നിന്നെ ചതിക്കത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ നമ്മൾ കൃപയുടെ കാലത്ത് പോലും വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികൾ അടന്നു പോവുകയും ചെയ്യണത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ഇത്രയും വലിയ ക്ലേശങ്ങളുടെ ഒരു കാലം വന്നത്? കാര്യം ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ്. കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോ ആകുകയൊക്കെ ചെയ്യും. കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം, ഇന്ന് നീ ദൈവത്തിൽ കാണിക്കുന്ന വിശ്വസ്തത, ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ, ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ നീ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പോൾ അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ്. നമ്മളുടെ അനുഭവങ്ങളാണ്. ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അനുഭവത്തിലൂടെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. നടപടി പുസ്തകം 17:26-27. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലം. അതെ, അടുത്തത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാൽ ഓർക്കേണ്ട ഇതാണ്, ദൈവം അനുഭവം തരാൻ പോകണമെന്നതിൻ്റെ അർത്ഥം. മക്കളെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു ക്യാൻ എക്സ്പെക്ട് ആൻ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം ബ്ലെസ്സിങ്, അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിലുണ്ടെന്ന് അർത്ഥം. ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേഗമായിട്ട് നിങ്ങളെ സൂചിപ്പിക്കുകയില്ല. ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിരിക്കത്തില്ല. പ്രഭാതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. കൈ ഇടിച്ച് കർത്താവിലല്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താ ഈ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലല്ല, വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളെ കാറ്റഗറിസം പഠിപ്പിച്ച സാറിൻ്റെയോ അനുഭവത്തിൽ നിന്നാണ്. ഇത് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തില്ല. കണ്ടവൻ്റെ എക്സ്പീരിയൻസ്, കണ്ടവൻ്റെ അനുഭവങ്ങൾ, ആരായാലും അവരുടെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ബൈബിള് 17:26 നടപടി പുസ്തകം പറയണത് ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം. ദാവീദിനുണ്ടായ പോലെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം യു മസ്റ്റ് എക്സ്പീരിയൻസ് യുവർ റെഡീം ഗോഡ്
ബൈ യുവർ എക്സ്പീരിയൻസ്. നിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ നീ അനുഭവിക്കണം. അത് ഒരു പരിപാലനയുടെ ഭാഗമാണ്. ആ അനുഭവമാണ് ദാവീദിനുള്ളത്. ദാവീദ് സംഗീതത്തിൽ എഴുതുന്നത് എന്താണ്? ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. അതെന്താ കാര്യം എന്നറിയാമോ? പാനപാത്രം ഒരിക്കലും ഈ ശത്രു ഒത്തുതീർപ്പിലെത്തുന്നത് വരെ ഇസ്രായേലിൻ്റെ ചരിത്രവും സംസ്കാരവും പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ഉപചാരം കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഒരാൾ വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കത്തില്ലേ? അവർ വൈനാണ് കൊടുക്കുന്നത്, യഹൂദന്മാർ. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വടിവാൾ കൊണ്ട് വെട്ടാൻ ഓടിച്ചിട്ട് അവൻ നമ്മുടെ വീട്ടിൽ കയറിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ വീട്ടുകാരൻ ഉടനെ അവന് വൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിച്ച് തീരണവരെ അവനെ തൊടാൻ പാടില്ല. ആ സമയത്ത് ഈ വീട്ടുകാരൻ പുറത്ത് വന്നിട്ട് അവന് നിരതദ്രവ്യം കൊടുത്തിട്ട് ഇവൻ്റെ ജീവൻ രക്ഷിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറയണത്, ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ പാനപാത്രം. കാര്യം അതൊരിക്കലും, അതായത് ദാവീദിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ ശത്രു തളരുന്നവരെ പാനപാത്രത്തിലേക്ക് ദൈവം ഇങ്ങനെ ഒറ്റയും പെട്ടയുമായിട്ട് അനുഗ്രഹങ്ങൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ നിനക്ക് വരേണ്ട കാലം ടോട്ടലി ഡ്രൗട്ടായിട്ടുള്ള കാലം നിനക്കുണ്ടാവത്തില്ല. നീ ഉടമ്പടിയിലാണ് ദൈവവേദന. അതുകൊണ്ട് തന്നെ ഇടക്കും തലക്കൊക്കെ യു വിൽ ഫീൽ ദ പ്രസൻസ്. അതായത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ സാക്ഷ്യം, അതായത് ഇവർ ഒരു പ്രത്യേക പ്രതിസന്ധി ചെന്നപ്പോഴേ പെട്ടെന്ന് ഇവർ നിസ്സഹായമായി വിളിച്ചു, അമ്മേ നീ ഇവിടെ എങ്ങനെ ഉണ്ടോ അമ്മേ എന്ന് ചോദിക്കും. ആ സെക്കൻഡിന് സുഗന്ധം പരക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ക്ലേശകാലം എന്ന് പറഞ്ഞാൽ ടോട്ടലി അബാൻഡഡ് ടൈം അല്ല, നിന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ച സമയമല്ല. നിന്റെ ദൈവം ഇടക്കും തലക്കും നിന്നെ സഹായിക്കുമ്പോൾ, ചെറിയ ആശ്വാസമായാലും നീ അത് അനുഭവിക്കുമ്പോൾ നീ തിരിച്ചറിയണം, എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നറിയണം. അതാണ് അതിൻ്റെ വിഷയം. അതെന്തിനാണ്? സ്വന്തം അനുഭവത്തിലൂടെ നീ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. സ്വന്തം അനുഭവത്തിലൂടെ ഒരു കാരണവശാലും എല്ലാം പോയി. അതുകൊണ്ട് ചിലർ ഉടമ്പടി ഉഴപ്പത്തില്ലേ? എന്തെങ്കിലും 2 തട്ട് കിട്ടി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി ഉഴപ്പും. ആ ഉഴപ്പുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വന്നാൽ ഈ അവിശ്വസ്തതയുടെ പ്രശ്നം ഉണ്ടാകും. അവിശ്വസ്തതയുടെ കാര്യം ഈ നമുക്ക് വിശ്വാസമല്ല ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്. പെർസ്വേറിങ് ഫെയ്ത്ത് എന്ന് പറയുന്ന, തുടർ വിശ്വാസം എന്ന് പറയുന്ന വിശ്വസ്തതയാണ് ഉടമ്പടിയിലെ ഇന്ധനമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇടക്ക് തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പ്രേയറും സൽപ്രവൃത്തികളും ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ചുരുണ്ട് കൂടരുത്. കാര്യം എൻ്റെ കർത്താവ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് ലിഫ്റ്റ് ചെയ്യും. അവൻ എന്നെ ടോട്ടലായിട്ട് അബാൻഡ് ചെയ്യത്തില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 13:5 നമ്മൾ വായിച്ചത് അതാണ്. ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള വാഗ്ദാനങ്ങളിലാണ്. ഇത് വാഗ്ദാനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 8810 വാഗ്ദാനങ്ങൾ. അതിലൊന്നാണ് ഞാൻ ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് ഞാൻ നിന്നെ ഐ വിൽ നോട്ട് അബാൻഡൻ യു. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പോൾ കല്യാണക്കാര്യം വന്നോ, അത് പോയി അന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഒത്തിരി പല കല്യാണക്കാര്യങ്ങളും നടക്കാതെ ഇത് വന്നപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിച്ചു, നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണമില്ലാതെ ആ സംഭവം നടന്നുപോയി. അപ്പോൾ നമുക്ക് സങ്കടമായി. അപ്പോൾ നിൻ്റെ സങ്കടവും ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ അടുക്കളയിൽ വന്ന് അമ്മയോട് പറയും, ഇനി ഒരു പട്ടിയുടെ മുമ്പിൽ ഞാൻ പോയി നിൽക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും നിൻ്റെ സങ്കടം കൊണ്ടാണ് നീ ഇങ്ങനെ പറയണമെന്ന്. അതായത് ഇങ്ങനെയുള്ള സമയത്ത് സമീപനം പാലിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ദൈവം തിരഞ്ഞെടുത്ത ആൾ വരുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം, വേറെ ഒന്നുമില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ, അതായത് ജാൻസി ആൻ്റണി എന്നും പറഞ്ഞൊരു സാക്ഷ്യം ഉണ്ടായി. ജാൻസി ആൻ്റണിയുടെ സാക്ഷ്യം സർക്കാസ്റ്റിക് സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ഇങ്ങനെ കത്തിച്ചൊലിച്ച് കേരളം മുഴുവനും ലോകം മുഴുവൻ നിൽക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഇടപെടലാണ്. ജാൻസി ആൻ്റണിക്ക് എന്താ കുഴപ്പം? അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ കുട്ടി ട്യൂബിലായിപ്പോയി. അപ്പോൾ ട്യൂബിലായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര കാര്യം. ഡോക്ടർ പറഞ്ഞ് ട്യൂബിലായി കഴിഞ്ഞാൽ അറിയാവില്ല, ഒന്നുകിൽ ട്യൂബ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അബോർട്ട് ചെയ്യണം, 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ കുവൈറ്റിലുള്ള ഹസ്ബൻഡിനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെ കിടന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് വരെ ദോഷം ഉണ്ടാവും. പണ്ടൊക്കെ എന്ത് മാത്രം ഗർഭിണികൾ മരിക്കുമായിരുന്നു, ഇപ്പോഴല്ലേ മരിക്കാത്തത്. 10-50 കൊല്ലമായിട്ട് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ കുറേ ഗർഭിണികൾ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ മരിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിനോട് കൂടിയാണ് മരിച്ചു കിടക്കുന്നത്. ഭയങ്കര ദാരുണമായൊരു കാഴ്ചയായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ.
പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെഡിക്കൽ സയൻസ് വികസിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ വന്നപ്പോഴാണ് ഈ ഗർഭിണികളുടെ മരണം കുറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല, ഒരു അപ്പാപ്പന്മാരൊക്കെ 4 കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ ഭാര്യ മരിച്ചു പോകുമ്പോൾ അവർ വേറെ ഒരിടത്തിനെ കെട്ടും. ആ പഴയ അപ്പാപ്പന്മാരൊക്കെ ഉണ്ട്, 1900-ലും 1800-ലുള്ള അപ്പാപ്പന്മാരൊക്കെ 3-ഉം 4-ഒക്കെ കല്യാണം കഴിച്ച ആൾക്കാരാണ്. അത് ഭാര്യ മരിച്ചിട്ടാണ്. അപ്പോൾ എന്തുമാത്രം അപകടത്തിൽ നിന്നാണ് നമ്മൾ ഈ കാലങ്ങളിൽ കരകയറി വന്നിരിക്കണമെന്ന് നമ്മൾ ചരിത്രം തിരിച്ചറിയണം. ഞാൻ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ജാൻസി ആൻ്റണിക്ക് എന്താ സംഭവിച്ചത്, ട്യൂബിലായി. അപ്പോൾ ജാൻസി ആൻ്റണി ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, ഡോക്ടർ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ എടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല, ട്യൂബ് കണ്ടിച്ച് കളയണം അല്ലെങ്കിൽ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഇല്ല ഡോക്ടർ, അത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, കിട്ടിയാൽ മതിയാകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്, ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കണമല്ല വൈദ്യശാസ്ത്രം. അപ്പോൾ ഇവളെന്നാ ചെയ്യണം വെച്ചാൽ ഉടനെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, എന്താ ചെയ്യേണ്ടത്. പക്ഷേ ഇവരെന്താ പറഞ്ഞത്, ഉടനെ അവർക്ക് ഉത്തരവുണ്ട്. അവർ പറഞ്ഞു നമുക്ക് ഉടമ്പെടുക്കാമെന്ന് പറഞ്ഞേ. ഇന്ന് ഞാൻ ഈ ഉടമ്പടി എന്തുകൊണ്ടാണ് ഈ കാലങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു പത്താഴം ഇങ്ങനെ തുറന്നിട്ട്, പണ്ട് ജോസഫ് തൻ്റെ യാക്കോബിനും മക്കൾക്കും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഈ ഗോതമ്പ് വാരിക്കോരി കൊടുത്ത പോലെ കർത്താവ് നിൻ്റെ വരൾച്ചയുടെ കാലത്ത് നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ പ്രശ്നം അതല്ലേ? ഇവരുടെ പ്രശ്നം എന്താണ്? അതായത് ഇവർ വന്ന ഉടനെ ഇവർ കുടുംബസമേതം അപ്പനും അമ്മയും അമ്മയും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഉടമ്പടി എടുക്കും. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സീരിയസ് വിഷയമല്ലേ, കരഞ്ഞ്. ഇപ്പം നിങ്ങളൊക്കെ ചില ആൾക്കാർ ഇടിച്ച് തല്ലി ഇവിടെ വന്ന് വെച്ചും ആലപ്പുഴയും പോകണം, അമ്പലപ്പുഴയും വേണം, അളിയിലേയും കാണണമെന്ന് പിന്നെ ഉടമ്പടി എടുക്കത്തില്ലേ? അയ്യോ ദൈവമേ, നിങ്ങളുടെ കാര്യം പോക്കാണ്. അങ്ങനെ എടുക്കേണ്ടതല്ല ഇത്, അങ്ങനെ എടുക്കേണ്ടതല്ല. അതായത് നിങ്ങൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. എനിക്ക് വേണത് ഈ നമ്മുടെ ഈ ചന്തലിലേക്ക് അതുപോലെ തന്നെ വോയേജറൊക്കെ അയക്കത്തില്ലേ ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ചെയ്യാൻ മറന്ന് അങ്ങനെ ചെയ്യാൻ മറന്നെങ്കിൽ പുതുക്കുമ്പോഴെങ്കിലും ഈ സൂക്ഷ്മത കാണിക്കണം. അല്ലാതെ അലപരാധികളൊക്കെ ആയിട്ട് കൂട്ടിന് വന്നിട്ട് വരണില്ലേ എന്ന് പറഞ്ഞ് ചില പിശാചുകൾ ഇവിടെ ഇരിക്കത്തില്ലേ, വരണില്ല അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അരവട്ടിനെയൊക്കെ ഒന്നും കൂടെ കൊണ്ടുവരരുത്. ചിലപ്പോൾ ഭർത്താവായിരിക്കും, മകനായിരിക്കും, അരവട്ടിനെയൊക്കെ വീട്ടിൽ നിർത്തിയേക്കണം. നീ പോകുന്നത് നിൻ്റെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. അത് നീ ഒറ്റക്കാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, വേറെ ആരെയും ഉദ്ദേശിക്കണില്ല. കാര്യം അത് നീ ചെയ്യുമ്പോൾ നീ അത് എന്തുമാത്രം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് ദൈവം നിന്നോട് സിൻസിയറിറ്റി, വിശ്വസ്തത കാണിക്കും. അത് നമുക്ക് മനസ്സിലാക്കണം. ഇവരെന്താ വന്ന് ഉടമ്പടി ചെയ്തപ്പോഴേ ഉടമ്പടി ചിക്കുമ്പോൾ എന്ത് ചെയ്ത്, ആദ്യം ഈ ഡോക്ടർ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ട്യൂബിൽ കൊച്ചു കിടക്കാൻ കണ്ടിട്ടാണ് ഡോക്ടർ അത് പറഞ്ഞത്. അപ്പോൾ അവർ സെക്കൻഡ് പിന്നെ വേറൊരു ആശുപത്രിയിൽ പോയി വീണ്ടും അവർ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഇതിനകത്ത് തന്നെയാണ്. ഈ 2 സ്കാനിങ് റിപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. 2 സ്കാനിങ്, കൊച്ചി ട്യൂബിൽ കിടക്കുന്ന 2 സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടാണ് അമ്മയെടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞ് അവർക്ക് കയറാൻ പറ്റുന്നില്ല, ഗർഭിണിയാണ്, പിന്നെ ഇതുപോലെ വിഷമൊക്കെ. അപ്പോൾ പറഞ്ഞ് മകൾ കയറ്, നീ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ തിരിച്ചു വന്ന് സാക്ഷ്യം പറയും, അമ്മ നിന്നെ കൈവിടത്തില്ലെന്ന് പറയും. അതാണ് ആ സമയത്ത് മാതാവ് തന്നെയാണ് ആ സിസ്റ്ററിലൂടെ അവരെ ബൂസ്റ്റ് ചെയ്യണത്. പക്ഷേ എൻ്റെ സംഭവിക്കുന്നത് ഇത് ഉടമ്പടി എടുത്തിട്ട് അവർ വീണ്ടും പോയി 3ാമത്തെ സ്കാനിങ് ചെയ്യും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആ 2.5 മണിക്കൂർ ടൈമായുള്ളേ. 3ാമത്തെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ വിളിക്കും, അതിൽ പഴയ 2 റിപ്പോർട്ടും നോക്കും. 2 ആ ട്യൂബിലാണ് കിടക്കണത്. പക്ഷേ 3ാമത്തെ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഗർഭപാത്രത്തിലേക്ക് മാതാവ് മാറ്റി. സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരമുള്ള സ്വാധീനമുള്ള അമ്മയുടെ മധ്യസ്ഥത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഉടമ്പടി എടുക്കാൻ വരുന്ന സ്ത്രീകളിലും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ പാടില്ല. അവരിതുപോലെ പശു പ്രസവിക്കണം, മകന് ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുമ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് അവർ വിചാരിക്കണത്. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്നും മര്യാദക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ദൈവം ഇടപെടണമെന്ന് അവർക്കിത് നേരമില്ല. അവർക്ക് നേരമില്ലാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ശ്ലോകത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ 2 പത്രം കൊടുക്കും, 3 പത്രം കൊടുക്കും, 4ാമത്തെ പത്രം വേറെ ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കും. അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ, അതുപോലെ തന്നെ ഓരോ തരത്തിൽ ഉടമ്പടി പ്രകാരം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ചുറ്റിക്കളിയിൽ തീർക്കാൻ പറ്റും, കൊച്ചു പരിപാടിയിൽ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എങ്ങനെ അനുഗ്രഹം ഒപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഇതുപോലുള്ള വട്ട് പരിപാടികളെ നിങ്ങളുടെ മനസ്സിൽ കയ്യിലുമുണ്ട്. നിങ്ങളും ചിന്തിക്കണം എന്തുകൊണ്ടാണ് ചിലർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകത്തില്ല, രോഗികളെ കാണത്തില്ല, രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ളത് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ സന്ദർശനം നടത്തില്ല. അതേസമയം തന്നെ
ആശുപത്രിയുടെ ആശ്രിതർക്കും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതി കിട്ടിയിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരേണ്ട ആൾക്കാരല്ല, വല്ല ഊളം പറയലും പോകേണ്ട ആൾക്കാരാണ്. ദിസ് ഇസ് നോട്ട് റൈറ്റ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ അടയാളം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അടയാളം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കത്തോളം കാലം ദൈവത്തിനെ പറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഈ തീ കൊണ്ട് ആ ചേന വേഗത്തില്ല. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ അടുത്ത് ജീവിതത്തെ വിശദീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്ന് പറഞ്ഞ കർത്താവായ ദൈവമേ, ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ഞങ്ങളുടെ ഉടമ്പടിയിലെ നിലനിന്നുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷത്തിന്റെ ശക്തി ആർജിക്കും. റോമ 4:20. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് റോമ 4:20. റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഇതാണ് പ്രശ്നം. ഇതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. ഇതാണ് ഈ ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. എന്താണ് കാര്യം? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾക്ക് അനപേക്ഷിതമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കുകയും അപ്പോൾ ദൈവം മഹത്വപ്പെടും. കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ വചനത്തിലൂടെ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് മെറീന കൊട്ടാരക്കരയുടെ സാക്ഷ്യമാണ്. മെറീന കൊട്ടാരക്കര കേട്ടക്ക് പരീക്ഷ എഴുതാനുള്ള ആളാണ്. 6 പ്രാവശ്യം എഴുതി തോറ്റു. അപ്പോൾ ഇനിയിപ്പോൾ മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. അവൾ വന്ന് ഉടമ്പടി എടുത്ത്, പക്ഷെ ഉടമ്പടി എടുത്തിട്ട് പരീക്ഷാ ദിവസം പോയി കുമ്പസാരിച്ച്. തലേ ദിവസം പോയി അനാഥാലയത്തിൽ പോയി അനാഥാലയത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത്. അതായത് അവൻ പറയണ പോലെ ചെയ്യണേ, മനസ്സിലായില്ലേ? ഈ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് മുമ്പ് കുമ്പസാരിച്ചിട്ടാണ് ഒരുങ്ങി വിശുദ്ധീകരിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് കയറണത്. തലേ ദിവസം അനാഥാലയത്തിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത്. എന്താ സംഭവിച്ചിരിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ഇല്ലെങ്കിൽ വിശ്വാസം വീക്കായി പോകും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ സീരിയസ്നെസ്. നമ്മൾ എന്തിനാണ് ഉടമ്പടിയിൽ അവൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് രോഗികൾക്ക് സന്ദർശിക്കുന്നത്? എന്തുകൊണ്ടാണ് നഗ്നരെ ഉടുപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കുന്നത്? എന്തുകൊണ്ടാണ് സഹായം ആവശ്യമുള്ള സഹായം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് വീട്ടിൽ ക്ഷമിച്ച് വഴക്കുണ്ടാക്കാതെ നോക്കണത്? എല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതുപോലെ ചെയ്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഉടമ്പടിക്ക് ആവശ്യമായ ശക്തിയുള്ള വിശ്വാസം കിട്ടും. ഉടമ്പടിക്ക് ആവശ്യമായ സർവൈവ്ഡ് ഫെയ്ത്ത്, ശക്തിയുള്ള വിശ്വാസം എന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്താണ്. പരന്തിന് 3 കുഞ്ഞുങ്ങളാണ്. അതിങ്ങനെ മുകളിൽ താമസിക്കുകയാണ്, ഒരു മലമുകളിൽ താമസിക്കുക, മുട്ട വിരിച്ച്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു 24-42 ദിവസം കൊണ്ടാണ് തള്ളപ്പക്ഷികൾ വന്നിട്ട് ഇതിന് വലിയ മീനൊക്കെ കൊടുത്ത് വളർത്തുകയാണ്. 3 കുഞ്ഞുങ്ങളെ മുട്ടയിൽ നിന്ന് വളർന്നിട്ട് അതെല്ലാം ക്യാമറ അവിടെ ഒളിപ്പിച്ച് വെച്ചതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവസാന ദിവസം വരുമ്പോഴേ ഈ തള്ളപ്പരന്ത് വന്നിട്ട് ഈ തീറ്റി കൊടുത്ത് വളർന്ന കുഞ്ഞുങ്ങളെ ചവിട്ടി താഴെയിടും. 400 അടി മുകളിൽ നിന്ന് പാറക്കെട്ടിലേക്ക് താഴെയിടും. താഴെയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ, പരുന്തും കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി തന്നെ ചവിട്ടി താഴെയിടണം എന്തുകൊണ്ടാണെന്ന്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചിറക് ഉറക്കാൻ വേണ്ടി ചിറകിട്ടടിച്ച് അവർ പറക്കാൻ പഠിക്കുകയാണ്. അപകടമായ ഒരു പ്രോസസ്സാണ് പ്രകൃതി ചെയ്യണത്. പക്ഷെ അതിൽ ഒരെണ്ണം പറക്കാൻ പറ്റാതെ ചത്തുപോയി. പ്രകൃതി ഉദ്ദേശിക്കുന്ന ചത്തുപോകണമെന്ന് തന്നെയാണ്. പറക്കാൻ പറ്റാത്തവൻ ചത്തുപോകണമെന്നാണ് പ്രകൃതിയുടെ നിയമം. പക്ഷേ അതാണ്. അപ്പോഴേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസമില്ല, നിങ്ങൾ ഡെഡ് ഫെയ്ത്ത്, അങ്ങനെ സംഭവമുണ്ട്. ഡെഡ് ഫെയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരു അപകടത്തിലാകും. ഡെഡ് ഫെയ്ത്ത്, അതായത് ഇത് പറയണത് യാക്കോബാണ്. അത് ഡെഡ് ഫെയ്ത്ത്, അത് പ്രവൃത്തിയില്ലെങ്കിൽ. ഇപ്പോൾ 2:17 എടുത്ത് യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിർജീവം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡെഡ് ബോഡി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രവൃത്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ഡെഡ് ബോഡിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ
പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ രോഗികളെ കാണണം, ഞാൻ രോഗികളെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ അവിടെ, അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലേ, ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ ഉത്തരം എഴുതി വെക്കല്ലേ, അങ്ങനെ നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്, ദൈവസ്നേഹത്തോടെ വേണം ചെയ്യാൻ. ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉമിനീരില്ലാതെ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്താൽ ഉമിനീരില്ലാതെ വായിൽ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവരെ, ഞാനീ ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണോ അതോ ഉടമ്പടിയുടെ നിബന്ധന പാലിക്കാൻ വേണ്ടി സാങ്കേതികമായിട്ട് ഇത് ചെയ്ത് മാറ്റുകയാണോ ചെയ്യണമെന്ന് നോക്കണം. ചിലർക്ക് ഉടമ്പടിയുടെ ഉത്തരം താമസിക്കാൻ കാരണം ഇതുപോലെ സാങ്കേതികമായിട്ട് ചെയ്യുന്നത് കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടോ ആണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞില്ല 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കാത്ത എന്താണ്? ഞങ്ങൾ ആൾക്കാരെ ചെക്ക് ചെയ്യും, കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഒരു പണിയും ചെയ്യത്തില്ലെന്ന്. അവർക്ക് ഇപ്പോൾ തന്നെ 140 കിലോ തൂക്കമുണ്ട്. അവർ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യത്തില്ല. എന്താണ് അവിടെ പ്രശ്നം? എന്താണ്? വല്ല മരുമക്കളും അല്ല പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമായിരിക്കും. അപ്പോൾ മരുമക്കളും പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമൊക്കെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ ഈ റോഡ് നന്നാക്കണ വണ്ടി പോലെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വല്ല കഥയുണ്ട്. ആ കക്ഷികൾ നേരിട്ട് വരണം. ആരാണ് ഇവരുടെ മകൻ? ആ അമ്മ തന്നെ നേരിട്ട് വരണം, മകനെയും കൂട്ടി വരണം. കൂട്ടി വന്നിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കണത് എന്താ? ഓരോ വിഷയത്തിനും അവർ ചെയ്തിട്ട്, ആ ഉടമ്പടി ചെയ്തിട്ട് അതനുസരിച്ച് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ. കാരണം എൻ്റെ അനന്തരം തന്നെ IELTS എടുത്തിട്ട് 2 പ്രാവശ്യം തോറ്റുപോയി. അപ്പോൾ ഞാനോടത്ത് എന്ത് പരിപാടി, ഇവനെ നോക്കാൻ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരക്കിയപ്പോൾ അവനെ അമ്മയെ കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യിക്കുന്നത്. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതാണ് സംഭവം. 2 പ്രാവശ്യം തോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മലയാളം മീഡിയം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. മലയാളം മീഡിയമാണ് ആ കക്ഷി, ആഷി, അതായത് മലയാളം മീഡിയമാണ്. ദാറ്റ് മീൻസ് അവൾ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല, പക്ഷേ OIT എടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിലൊരു മാതാവ് ഒരു ആഗ്രഹം കൊടുക്കും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യണത്? ആഷി ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് സുവിശേഷ വേല സാങ്കേതികമല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വന്തമായി ചെയ്യുന്ന കാരണം ഒറ്റ എഴുത്ത് ഈ മലയാളം മീഡിയക്കാരെത്തി ഫുൾ സ്കോർ അടിച്ചു പോയി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്തോടാണ് നമ്മളെ ഉടമ്പടി ചെയ്യണത്. അതിനകത്തൊരു അപകടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരാണ്? സത്യമാണ്. സത്യത്തിൽ നുണയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് നീ ഉടമ്പടി നുണയായിട്ടാണ് അതുപോലെ തന്നെ ഉടമ്പടിയിൽ ചെയ്യണത്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചമ്മി അടപ്പ് ധരിച്ച് കൃപാസന പത്രം കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്നെന്നും പറഞ്ഞാൽ നീ ഉടനെ വിഷമിച്ച് പരിപാടികൾ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കുക, സത്യത്തോട് നീ മല്ലിടുകയാണ്. നിൻ്റെ നുണയും കാപട്യവും ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് വെളുക്കാൻ തേക്കാൻ നീ പാണ്ടായിട്ട് നീ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തോടല്ലേ നീ അത് ചെയ്യണത്? ദൈവം സത്യമല്ലേ? സത്യത്തിൽ നുണക്ക് സ്ഥാനമില്ലല്ലോ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് വിശ്വസ്തതയുടെ വിഷയമാണ്. നിയമാവർത്തനം 7:12. നിയമാവർത്തനം 7:12. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. നിയമാവർത്തനം 7:12. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നിയമാവർത്തനം 7:12. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും, റീഡ് അഗൈൻ, സ്തുതിക്കട്ടെ. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും, നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ, നോട്ട് ബൈ ഫെയ്ത്ത് അല്ല, ബൈ ഫിഡലിറ്റി, വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അപ്പോൾ ദൈവം 2 കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ തരുന്ന വാഗ്ദാനത്തിന്
നമ്മളതനുസരിച്ചിട്ട് നിബന്ധനകൾ പാലിച്ചു പോകുന്ന ഒരു മെറിറ്റുണ്ട്. പക്ഷേ ഈ മെറിറ്റിൽ തന്നെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയും കരുണയും എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസായിട്ട് ദൈവം കരുണ കൂടി തരണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വിശ്വസ്തയോടെ ചെയ്യണം. സബ്സിഡിയാണത്. ഗ്രാൻഡ് ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഗ്രാൻറ്റും സബ്സിഡിയും കൊടുക്കും. ഗ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പരിശോധന കൊടുത്ത് തീർക്കേണ്ട കാര്യമാണ്, അതതിൻ്റെ മെറിറ്റാണ്. സബ്സിഡി നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണ ഇല്ലാതെ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുമ്പോഴാണ് ദൈവം സബ്സിഡിയായിട്ട് കരുണ തരണത്. അങ്ങനെ കരുണ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിലല്ല പിന്നെ വർക്ക് ചെയ്യണത്, നമ്മൾ വാ പൊളിച്ചു പോകും.